പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്നും കുടുംബത്തിലും തലമുറയിൽ നിന്നും മരണമൂലം വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തായ ആത്മാക്കളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് അങ്ങ് മോചനം നൽകണമേ. സ്വർഗീയ തീരത്ത് പ്രകാശിത നാട്ടിലേക്ക് ഈ ആത്മാക്കളെ അങ്ങ് പ്രവേശിപ്പിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ നവംബർ മാസം മുഴുവൻ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ അവസാനം വിശുദ്ധ ജർത്രൂദ് വഴി നമുക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലി അവസാനിപ്പിച്ചിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ബെനഡിക്റ്റൻ സന്യാസിനിയാണ്, ഒരു മിസ്റ്റിക്കാണ് വിശുദ്ധ ജർത്രൂദ്. ജർത്രൂദ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ വിശുദ്ധ ജർത്രൂദ് കർത്താവിനോട് ചോദിക്കുമായിരുന്നു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ട് കർത്താവ് വിശുദ്ധ ജർത്രൂദിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പൊ അതുവഴി വിശുദ്ധ ജർത്രൂദ് വഴി ലഭിച്ച മനോഹരമായ പ്രാർത്ഥനയാണ്, നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളിലൂടെ, ആ ദിവ്യബലിയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും, അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ പാപികൾക്കും, തിരുസഭയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ പാപികളുടെയും മോചനത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളത്. ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ ആയിരക്കണക്കിന് ആത്മാക്കള് ശുദ്ധീകരണ അവസ്ഥയിൽ നിന്നും, ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലേക്ക് മോചിപ്പിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു എന്ന ഒരു വെളിപ്പെടുത്തല് വിശുദ്ധ ജർത്രൂദിന് ലഭിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങൾ ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിലും തുടർന്നുമൊക്കെ ശുദ്ധീകരണ ആത്മാക്കളോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം, അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ മാസം മുഴുവൻ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ, ജീവിത വഴികളിലൊക്കെ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലൂടെ ഒരുപാട് ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ആത്മീയ മേഖലയിൽ എനിക്ക് വളരാനും കൃപയിൽ നിലനിൽക്കാനും ഒക്കെ ഈ ശുദ്ധീകരണ ആത്മാക്കൾ അവർ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത്, ആ ഒരു വലിയൊരു ശക്തി, ആത്മീയ ശക്തി എന്നും എന്നോടൊപ്പമുണ്ട്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നമ്മൾ മരിച്ചുപോയവരെ മറക്കരുത്. കാരണം മരണത്തോടുകൂടെ അവർക്ക് ഒന്നും ചെയ്യാൻ, ആത്മീയമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ഈ ആത്മാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി അവർ ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മൾ പ്രത്യേകിച്ച് നവംബർ മാസത്തിലൊക്കെ നമ്മൾ സിമിത്തേരി സന്ദർശിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാലയിലെ ആ ദുഃഖത്തിന്റെ രഹസ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ത്യാഗപ്രവൃത്തികൾ, കരുണയുടെ പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും ഈ നവംബർ മാസത്തിന്റെ 27-ാം ദിവസത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ വിശുദ്ധ ജർത്രൂദിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാം. പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ പക്കൽ ചോദിക്കുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നു, നിങ്ങൾക്ക് അതുവഴി ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്, നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലികളാണ്. ഈ മാസത്തിലെ എത്രയോ പേരാണ് മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് വന്ന് കുർബാന വിശുദ്ധ ബലി ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളവര്. ഇവരെയൊക്കെ നമ്മൾ ഓർത്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവർക്ക് വലിയ വിടുതൽ ലഭിക്കുന്നു. കർത്താവിന്റെ കുരിശിലെ ബലി, അവിടെ നിന്ന് അർപ്പിച്ച ബലിയിലൂടെ പാപങ്ങൾക്ക് മോചനവും കടങ്ങൾക്ക് അന്ന് വിടുതലും അതുപോലെ തന്നെ
നിത്യമരണത്തിൽ നിന്ന് വിമോചനവും രക്ഷയും ഈ ആത്മാക്കൾക്ക് ലഭിക്കുന്നു. തിന്മയ്ക്ക് പിശാചിനവിടെ മേലുള്ള ആധിപത്യം പൂർണ്ണമായിട്ടും മാറുന്നു. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു വേദനിപ്പിക്കുന്ന സ്ഥലത്തിൽ നിന്നുപരിയായിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന ആത്മാക്കൾ, അവർക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന സമയം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു അനുഭവം തന്നെയാണ് ഈ ആത്മാക്കൾക്ക് അവിടെ ഉണ്ടാകുന്നത്. ദൈവത്തെ കാണാനുള്ള അവരുടെ തിടുക്കം, ആഗ്രഹം, ആ ദൈവത്തെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്തുള്ള ഒരു അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അവർ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടി നല്ല നിയോഗത്തോടെ നമുക്ക് ബലിയർപ്പിക്കുന്നതോടൊപ്പം മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജർത്രൂദിലൂടെ വെളിപ്പെടുത്തി തന്ന ഈ വലിയ രഹസ്യം നമ്മളും ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുപോലെ ആ മനോഹരമായ പ്രാർത്ഥന ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് കടത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിന്റെ പ്രകാശത്തിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കുമെന്ന് വിശുദ്ധ ജർത്രൂദിന്റെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രിയമുള്ളവരെ, നമുക്കതിനാൽ ഒരിക്കൽ കൂടി വിശുദ്ധ ജർത്രൂദ് വഴി നമുക്ക് ലഭിച്ച പ്രാർത്ഥന ഈ സമയം നമുക്ക് ചൊല്ലിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറയിൽ നിന്നും, പ്രത്യേകിച്ച് ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും, ലോകം മുഴുവനുമുള്ള പാപികൾക്ക് വേണ്ടിയും, തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ തലമുറയിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.